നമസ്കാരം. മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം. ഇലക്ഷൻ ടോക്കിലേക്ക് സ്വാഗതം. ചൂടേറിയ ചർച്ചകളാണ്, ചൂടേറിയ നമ്മുടെ ഈ ഒരു അന്തരീക്ഷവും നല്ല ചൂടിലാണ്. അതുപോലെ തന്നെയാണ് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിനായിട്ട്. ജനങ്ങൾ യുദ്ധത്തിന് ഇറങ്ങാൻ ഇനി കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും നമുക്കിന്ന് തെക്കൻ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായ വട്ടിയൂർക്കാവിനെ കുറിച്ചും അതുപോലെ തന്നെ മധ്യ കേരളത്തിലെ തൃശൂർ എന്ന തൃശൂർ ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട തൃശൂർ മണ്ഡലത്തിലെ കുറിച്ചും ആവാം ഇന്നത്തെ ചർച്ച. കൃഷ്ണേന്ദു, കഴിഞ്ഞ ദിവസം നമ്മൾ കുന്നംകുളമാണ് എടുത്ത് സംസാരിച്ചത്. അവിടെ എന്തൊക്കെയാണ് ഏറ്റക്കുറച്ചിൽ എന്ന് നമ്മൾ സംസാരിച്ചു. ഇനി തൃശൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിനെ വിലയിരുത്താൻ സാധിക്കും. കഴിഞ്ഞ ദിവസം തന്നെ കൃഷ്ണേന്ദു പറഞ്ഞിരുന്നു, തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം BJP വോട്ടുകളുടെ ഒരു കുറവല്ല, അതിനേക്കാൾ കൂടുതൽ BJP വോട്ടുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. BJPയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അത് ഒരു ഉറ്റുനോക്കുന്ന ഒരിടം കൂടി തന്നെയാണ് തൃശൂർ എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും ഒരു സീറ്റ് തുറക്കുന്നതിൽ അല്ലെങ്കിൽ ഒരു വളരെ പ്രധാനപ്പെട്ട A ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നാണോ തൃശൂർ എന്ന് പറയുന്നത്? എങ്ങനെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും? തീർച്ചയായിട്ടും ഇത്തവണ ഏറ്റവും കൂടുതൽ BJPക്ക് ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു മണ്ഡലമാണ്. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലമാണ് തൃശൂർ മണ്ഡലം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് BJP പ്രചാരണം തുടങ്ങിയ ഇത്തവണത്തെ ഇലക്ഷനിൽ തുടങ്ങിയതും തൃശൂർ മണ്ഡലത്തിൽ നിന്നാണ്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പ്രചാരണം കൊഴുപ്പിക്കാനായിട്ട് ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അവിടുത്തെ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള പത്മജ വേണുഗോപാലിൻ്റെ ഒപ്പം പ്രചാരണ പരിപാടികളിൽ പങ്കെടുക്കാനായിട്ട് അദ്ദേഹം എത്തുന്നത്. തൃശ്ശൂരിൽ റോഡ് ഷോയും മറ്റും അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് അദ്ദേഹം അതേ ദിവസം തന്നെയാണ് പാലക്കാട് ശോഭാ സുരേന്ദ്രന് വേണ്ടിയിട്ടും പ്രചാരണ പരിപാടികൾക്കായിട്ട് അദ്ദേഹം അവിടെ എത്തും. അതിനുശേഷമാണ് തൃശ്ശൂർ റോഡ് ഷോ ഉണ്ട്. തേക്കിൻകാട് മൈതാനം എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാവുന്ന സ്ഥലമാണ്. നമ്മുടെ തൃശ്ശൂർ പൂരം അടക്കം നടക്കുന്ന ആ ഒരു നഗരിയിൽ റോഡ് ഷോയും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതായത് വലിയ രീതിയിലുള്ള ആവേശം തൃശ്ശൂരിലെ BJP പ്രവർത്തകർക്കിടയിൽ ആ ഒരു ആത്മവിശ്വാസം ഒന്നും കൂടി ഊട്ടി ഉറപ്പിക്കാനായിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന് അവിടെ നേരിട്ട് എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഏതായാലും BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഉറപ്പായിട്ടും ഇത്തവണ BJPക്ക് പത്മജ വേണുഗോപാലിലൂടെ തൃശ്ശൂരിൽ താമര വിരിയിക്കാൻ സാധിക്കുമോ എന്നുള്ളത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. NDA ക്യാമ്പ് അടക്കം മുഴുവൻ ഒരു വലിയ ആവേശത്തിലും അതുപോലെ തന്നെ ആത്മവിശ്വാസത്തിലുമാണ്. തീർച്ചയായിട്ടും ഇത്തവണ അവിടെ അക്കൗണ്ട് തുറക്കാൻ BJPക്ക് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണുള്ളത്. മാത്രമല്ല, ഈ പത്മജ വേണുഗോപാൽ ഇത്തവണ BJPക്ക് വേണ്ടിയിട്ടാണ് മത്സര രംഗത്തിറങ്ങുന്നത് താമര ചിഹ്നത്തിൽ. കഴിഞ്ഞ 2 തവണ 2021 അതിനു മുൻപുള്ള വർഷത്തിലും അവർ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥിയായിരുന്നത്. പക്ഷേ കോൺഗ്രസിന് വേണ്ടിയിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ 2 തവണ അവിടെ മത്സരിച്ച പത്മജ വേണുഗോപാൽ 3-ാം തവണയും അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ ചിഹ്നം മാത്രമാണ് മാറുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രീയ നിലപാടുകളും ആശയങ്ങളും മാറിയിട്ട് പുതിയൊരു വ്യക്തിയായിട്ട് അവിടെ പത്മജ വേണുഗോപാൽ എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ജനങ്ങൾ ഒരുപക്ഷെ ചിരിക്കുന്നുണ്ടാകുമല്ലേ? അതെ അതെ. ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ കോൺഗ്രസിന് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറയുന്നു, പിന്നീട് ഇറങ്ങുമ്പോൾ താമരയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യണം, NDAക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന് പറയുന്നു. എല്ലാം ഒരാൾ തന്നെ ആവുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഒരുപക്ഷെ മനസ്സിലെങ്കിലും ചിരിക്കുന്നുണ്ടാകാം അല്ലേ കൃഷ്ണ? അതെ, തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ തവണ കൈപ്പത്തിക്ക് വോട്ട് ചെയ്തവർ ഇത്തവണ താമരയ്ക്ക് വോട്ട് കുത്തുമോ എന്നുള്ളത് നമുക്കറിയില്ല. കാരണം പല ആളുകളും ഇപ്പോഴും ഉണ്ട് ചിഹ്നം മാത്രം നോക്കി. അതായത് ഏത് സ്ഥാനാർത്ഥിയാണോ നിൽക്കുന്നത് അവര് എന്താണ് നാടിന് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതല്ല, ചിഹ്നം മാത്രം നോക്കി വോട്ട് ചെയ്യുന്ന എനിക്കറിയാവുന്നവരും ധാരാളമുണ്ട്. കുറെ പഴയകാല അമ്മൂമ്മമാരും അമ്മമാരൊക്കെ ഇപ്പോഴും ഉണ്ട്. ആ ചിഹ്നത്തിനോട് ആ ചിഹ്നം മാറ്റി വേറെ കുത്തില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും പത്മജ വേണുഗോപാൽ വേറെ ഒരു പാർട്ടിയുമായിട്ട് അല്ലെങ്കിൽ വേറൊരു പാർട്ടിയുടെ ആശയങ്ങളുമായിട്ട് ഇത്തവണ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുമ്പോൾ, കഴിഞ്ഞ തവണ പത്മജിക്ക് വേണ്ടി വോട്ട് കുത്തിയിട്ടുള്ള ആളുകൾ ഇത്തവണ താമരയ്ക്ക് വേണ്ടി വോട്ട് കുത്തുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഏതായാലും തൃശ്ശൂരിലൊരു ചരിത്രം നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു ഇടത് വലത് കക്ഷികൾ എപ്പോഴും മാറി മാറി ഭരിച്ചിട്ടുള്ള ഒരു ചരിത്രം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ തവണത്തെ വെച്ച് നോക്കുമ്പോൾ BJP പതുക്കെ അവിടെ കയറി വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ 2021 ഒരു ഇലക്ഷൻ റിസൾട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ P. ബാലചന്ദ്രൻ CPIക്കാണ് അവിടെ എപ്പോഴും സീറ്റ് കൊടുക്കാറുള്ളത്. ഇത്തവണയും CPIയുടെ ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് തൃശ്ശൂർ മത്സരിക്കുന്നത്. ഇപ്പോഴത്തെ സിറ്റിംഗ് MLA അല്ല മത്സരിക്കുന്നത്, വേറൊരു വ്യക്തിയാണ്. 2021 CPI
പി ബാലചന്ദ്രനാണ് അവിടെ ജയിച്ചത്. CPIയുടെ MLA ആണ് അവിടെയുള്ളത്. പത്മജ വേണുഗോപാൽ തൊട്ട് പിന്നാലെ. അന്ന് അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകൾ 44,263 വോട്ടുകളായിരുന്നു ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 946 വോട്ട്, ഏകദേശം ഒരു 1000-നടുത്ത് വോട്ടുകൾ മാത്രമാണ് ഭൂരിപക്ഷം. അതായത് കട്ടയ്ക്ക് തന്നെ അവിടെ മത്സര രംഗത്ത് തൊട്ട് പിന്നാലെ പത്മജ വേണുഗോപാൽ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ സുരേഷ് ഗോപിയായിരുന്നു അന്ന് 2021 BJP സ്ഥാനാർത്ഥി. അദ്ദേഹം തന്നെ 40,000-ഓളം വോട്ടുകൾ നേടി. കൃഷ്ണ, മറ്റൊരു സംശയം കൂടി വരികയാണെങ്കിലേ, ഇവിടെ ഇപ്പോൾ സുരേഷ് ഗോപി നിൽക്കുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് സുരേഷ് ഗോപി നിന്നിരുന്നു കഴിഞ്ഞ 2 തവണ. അതിൽ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ സുരേഷ് ഗോപിയെ തോൽവി രുചിക്കുകയും പിന്നീട് സുരേഷ് ഗോപി കൂടുതൽ പ്രവർത്തനം ശക്തമാക്കിയതിന്റെ പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ വിജയം കണ്ടെത്തുകയും ചെയ്തത്. ഈ ഒരു ഘട്ടത്തിൽ ഇതുപോലെ പത്മജ വേണുഗോപാലിന് ഒരു വിജയം, അതായത് പ്രവർത്തനങ്ങളിലൂടെ ഒരു വിജയം സാധ്യമാക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതായത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലം അല്ലാതെ ഇതിനു മുൻപൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങൾ പത്മജയെ കണ്ടിരുന്നു, അല്ലെങ്കിൽ അവിടെ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ ഏർപ്പെട്ടിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു പഠനം കൂടി അല്ലെങ്കിൽ ഒരു വിലയിരുത്തൽ വരുമ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പത്മജയ്ക്ക് പ്രവർത്തനയിലൂടെ പത്മജ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്? ഉണ്ട്. കാരണം കുറെ കാലങ്ങളായിട്ട് പത്മജ വേണുഗോപാൽ ഇപ്പോൾ ഒരു തൃശ്ശൂര് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ വീണ്ടും സജീവമാക്കുന്നുണ്ട്. അവിടെ തന്നെ നാട്ടിലെ പല പ്രവർത്തനങ്ങളും പ്രചാരണ പരിപാടികളൊക്കെ തന്നെ കുറെ മാസങ്ങൾക്ക് മുമ്പ് തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഒരു പക്ഷേ ഇത്തവണത്തെ ഇലക്ഷനിൽ ഒരു പക്ഷേ സീറ്റ് ലഭിക്കുമെന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടാവായിരിക്കാം. അതുകൊണ്ട് തന്നെയായിരിക്കാം അവർ വളരെ നേരത്തെ തന്നെ അവിടെ നാട്ടിലെ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ അവിടെ അവർ പ്രചാരണം അവിടെ നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അവിടെ ആളുകളുമായി ഇടപഴകിക്കൊണ്ട് ഒരു സൗഹൃദം. പിന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് പത്മജ വേണുഗോപാലിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം നമുക്കറിയാം, കോൺഗ്രസിലെ ഏറ്റവും അധികായനായിട്ടുള്ള നേതാവ് K. കരുണാകരൻ്റെ മകളാണ്. അപ്പോൾ ആ ലീഡറുടെ ഒരു തട്ടകമാണ് അവിടെ തൃശ്ശൂർ എന്ന് പറയുന്നത്. അവിടെ ജനിച്ച് വളർന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചും തൃശ്ശൂർക്കാർക്കും ഒരു പരിചയത്തിൻ്റെ ആവശ്യമില്ല. പത്മജയ്ക്കും തൃശ്ശൂർ മണ്ഡലം എന്ന് പറയുന്നത് എപ്പോഴും ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു മണ്ഡലമാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഈ പറയുന്ന പാർട്ടി മാറ്റം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ചിഹ്നം മാറ്റി കുത്തുമോ എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ടത്. ഏതായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ കട്ടയ്ക്കായിരുന്നു നിന്നിരുന്നത്. ജയിച്ചിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് 44,000 വോട്ടുകളോളം, പത്മജ വേണുഗോപാലിന് 42,000-ഓളം വോട്ടുകൾ, സുരേഷ് ഗോപി 40,000 വോട്ടുകൾ. അതെല്ലാവരും ഏകദേശം ഒരു 2,000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരമാണ് 2021 നടത്തിയിട്ടുള്ളത്. 2016 വരികയാണെങ്കിൽ അന്ന് VS സുനിൽകുമാറാണ് ജയിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് 53,000 വോട്ടുകൾ. പിന്നീട് പത്മജ വേണുഗോപാൽ കോൺഗ്രസിന് വേണ്ടി അവിടെ മത്സരിച്ചപ്പോൾ 46,000 സംതിങ് വോട്ട്. B. ഗോപാലകൃഷ്ണനായിരുന്നു. 24,748 വോട്ടോളം അദ്ദേഹം നേടിയിട്ടുണ്ട്. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് സത്യം പറഞ്ഞാൽ 2016 മുതലാണ് പിന്നീട് B. ഗോപാലകൃഷ്ണൻ അദ്ദേഹം വന്നതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച വോട്ടുകൾക്ക് ശേഷമാണ് അവിടെ BJPക്ക് അല്പം സ്വാധീനം വർദ്ധിച്ചത്. പിന്നീട് സുരേഷ് ഗോപിയുടെ വരവോടുകൂടി നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം വലിയൊരു വിജയം. ആദ്യത്തെ അക്കൗണ്ട് തുറന്നത് നമുക്ക് തൃശ്ശൂരിൽ നിന്നാണ്. അപ്പോൾ പിന്നീട് സുരേഷ് ഗോപിയുടെ ഒരു വരവോടുകൂടി തന്നെ തൃശ്ശൂർ മണ്ഡലം ഏറെ അറിയപ്പെടാൻ തുടങ്ങി. മാത്രമല്ല BJPക്കുള്ള സ്വാധീനം അവിടെ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഏതായാലും മുൻപ് ഈ ഒരു ചരിത്രം തൃശ്ശൂർ മണ്ഡലമായതിനു ശേഷമുള്ള ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇടത് വലത് മുന്നണികൾ മാത്രം മാറി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വന്നെടുത്ത ഇന്ന് ഇപ്പോൾ BJP ആണ് അവിടെ ഏറ്റവും വലിയൊരു എതിരാളി എന്ന് വേണം പറയാൻ. അതുകൊണ്ട് വലിയൊരു മാറ്റം തന്നെയാണ് ഈ ഒരു വർഷത്തിൽ ഈ കാലയളവിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ CPI അവിടേക്ക് 2ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്ന ഒരവസ്ഥയും അതുപോലെ തന്നെ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഒരു മത്സരം ഒപ്പം തന്നെ കട്ടയ്ക്കുണ്ട്. അത്തരത്തിലൊരു ത്രികോണ മത്സരത്തിന് തന്നെയാണ് അവിടെ സാധ്യതയുള്ളത്. ഏതായാലും ഇത്തവണത്തെ സ്ഥാനാർത്ഥികൾ LDFിൻ്റെ ആലങ്കോട് ലീലാകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം CPI സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ഒരു കവി കൂടിയാണ്. അതായത് ഒരു സാംസ്കാരിക നായകനെയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം തൃശ്ശൂർകാരനല്ല എന്നുള്ളൊരു കാരണമുണ്ട്. അദ്ദേഹം പൊന്നാനി സ്വദേശിയാണ്. അതുകൊണ്ട് അതൊരു എതിർപക്ഷത്തിന് അത് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്, തൃശ്ശൂർക്കാരനല്ല അദ്ദേഹം എന്നുള്ളത്. കാരണം തൃശ്ശൂർക്കാർക്ക് എപ്പോഴും തൃശ്ശൂർക്കാരുടെ ഒരു സ്നേഹവും ഒരു വാത്സല്യമൊക്കെ വളരെ കൂടുതലാണല്ലോ, അല്ലേ? അതെ. അടുത്തത് UDFന് രാജൻ പല്ലൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹം പക്ഷേ ഏറ്റവും പരിചിതം തന്നെയാണ്. കാരണം അദ്ദേഹം മുൻ തൃശ്ശൂർ കോർപ്പറേഷൻ മേയർ സ്ഥാനത്ത് ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്.
കൗൺസിലർ കൂടി ആയതുകൊണ്ട് തന്നെ വളരെ താഴേക്കിടയിലുള്ള ആളുകളുമായിട്ടും പല സൗഹൃദങ്ങളും അവരുമായിട്ടുള്ള ഒരു സൗഹൃദം എപ്പോഴും നിലനിർത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആളുകൾക്ക് അല്പം കൂടി പരിചിതമാണ്. പിന്നെ മുൻ കോർപ്പറേഷൻ മേയർ എന്നുള്ള നിലയിൽ കൂടി അദ്ദേഹത്തിൻ്റെ ഒരു പരിചയ സമ്പത്ത് കൂടി തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വോട്ടായി മാറാനുള്ള സാധ്യതയുണ്ട്. പിന്നെയാണ് പത്മജ വേണുഗോപാൽ. പത്മജ വേണുഗോപാലിനെ സംബന്ധിച്ചും ഒരു രാഷ്ട്രീയ മാറ്റം ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വളരെ പരിചയമുള്ള അച്ഛൻ്റെ പാരമ്പര്യമൊക്കെ തന്നെ എടുത്തു പറഞ്ഞ് അവിടെ വോട്ടാക്കി മാറ്റാനുള്ള സാധ്യതയുമുണ്ട്. തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ടുള്ള ഒരു ത്രികോണ മത്സരം തന്നെയാണ് തൃശ്ശൂർ നടക്കാൻ പോകുന്നത്. ആർക്കൊപ്പം ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ഞായറാഴ്ച നരേന്ദ്രമോദി അടക്കം നേരിട്ടെത്തുമ്പോൾ ആർക്കൊപ്പം തൃശ്ശൂർ നിൽക്കും? തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മൂന്ന് മുന്നണികളും എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം കഴിഞ്ഞ തവണ സംബന്ധിച്ച് നോക്കുമ്പോൾ കട്ടയ്ക്ക് തന്നെ നിൽക്കുന്നുണ്ട്. വലിയൊരു ഭൂരിപക്ഷം ഒന്നല്ല, 2000-1000 ഭൂരിപക്ഷങ്ങൾ മാത്രമാണ് അവർക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തവണ ആർക്കൊപ്പം തൃശ്ശൂർ നിൽക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. പിന്നീട് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ വർഷത്തിലൊരു കുറഞ്ഞ 4 വട്ടമെങ്കിലും കേരളത്തിൽ വന്നു പോകുന്നതുകൊണ്ട് മോദി വരുന്നതിൽ വലിയൊരു അത്ഭുതവും ആശ്ചര്യമൊന്നും ഇപ്പോൾ തൃശ്ശൂറുകാർക്ക് പ്രത്യേകിച്ച് ഇല്ലാത്തൊരു ഘട്ടം നിൽക്കുകയാണ്. എന്തായാലും നമുക്ക് നോക്കാമല്ലേ, ക്രൗഡ് പുള്ളിംഗ് വഴി മോദി വരുന്ന ആ ഒരു ആവേശത്തിൽ എത്ര വോട്ടാക്കി ആ ആവേശം മാറ്റാൻ കഴിയുമെന്ന് നമുക്ക് നോക്കിക്കാണാം. തീർച്ചയായിട്ടും കൃഷ്ണൻ, നമ്മളിപ്പോ ഇനി തെക്കൻ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ വട്ടിയൂർക്കാവിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. വട്ടിയൂർക്കാവ് എന്ന് പറയുമ്പോൾ ഏകദേശം 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. പക്ഷേ വട്ടിയൂർക്കാവ് തുടങ്ങിയ നാൾ മുതൽ, വട്ടിയൂർക്കാവ് എന്ന മണ്ഡലം അത് രൂപകൽപ്പന ചെയ്ത നാൾ മുതൽ ഇന്നോളം ഒരു ത്രികോണ മത്സരം എപ്പോഴും കാഴ്ചവെച്ച ഒരു മണ്ഡലം തന്നെയാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. പടതോറ്റ തൃശ്ശൂരിൽ നിന്ന് പടതോറ്റ മുരളീധരൻ സഹോദരൻ, നമുക്കറിയാം ഇപ്പോൾ സഹോദരൻ നിൽക്കുന്നു തൃശ്ശൂരിൽ. സഹോദരിക്ക് നേരെ നിൽക്കില്ല എന്ന് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കെ മുരളീധരൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വട്ടിയൂർക്കാവിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയാണ്. സ്വന്തം തട്ടകത്തിലേക്ക് തിരിച്ചു വരുന്ന മുരളീധരനെ നമുക്ക് വട്ടിയൂർക്കാവിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം അതുപോലെ തന്നെ LDF-ൽ ഒരു വേറെ ആരും ഇല്ല, അതായത് വട്ടിയൂർക്കാവിൽ LDF-ന് മറ്റ് പേരില്ല എന്ന് ഉറപ്പിച്ചു കൊണ്ട് നമ്മുടെ പണ്ടത്തെ മേയർ ബ്രോ ആയിട്ടുള്ള പ്രശാന്ത് തന്നെയാണ് ഇത്തവണയും വട്ടിയൂർക്കാവിന് LDF-ന് വേണ്ടി ഇറങ്ങുന്നത്. BJP-യിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം R ശ്രീലേഖ എന്ന ഹൈ പ്രൊഫൈൽ, R ശ്രീലേഖ പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ലോ പ്രൊഫൈൽ ആണ് എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും IPS-കാരി കൂടിയായിരുന്ന നമ്മുടെ ശ്രീലേഖ കളത്തിൽ ഇറങ്ങുമ്പോൾ വോട്ടായി BJP-യുടെ അല്ലെങ്കിൽ RSS-ന്റെ വോട്ടൊക്കെ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊരു ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ പല ചാണക്യന്മാരും അല്ലെങ്കിൽ ഈ ഇലക്ഷൻ നിരീക്ഷകരും പലരും പറയുന്നത് വട്ടിയൂർക്കാവിൽ ഒരു ത്രികോണ മത്സരം നടക്കുന്നില്ല, അവിടെ നടക്കുന്നത് UDF LDF തമ്മിലുള്ള പോര് മാത്രമാണ്. BJP നമുക്ക് അവിടെ എടുക്കേണ്ട സാധ്യത പോലും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം അതിനുള്ള കാരണം അവർ അക്കമിട്ട് നിരത്തുന്നത് ശ്രീലേഖ എന്ന് പറയുന്ന വ്യക്തി BJP-ക്ക് പോലും അല്ലെങ്കിൽ RSS-ന് പോലും ഭൂഷണമല്ല എന്നാണ് പറയുന്നത്. അതായത് ശ്രീലേഖ ഇപ്പോൾ കൗൺസിലറായി വന്നതിന് ശേഷം ചെയ്ത പ്രവർത്തികളൊക്കെ തന്നെ പലരും എടുത്തു പറയുന്നത് അത് BJP-ക്ക് പോലും അത്ര ഇഷ്ടപ്പെടാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. തുടക്കത്തിൽ തന്നെ മേയർ ആക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം, ഡെപ്യൂട്ടി മേയർ ആകാതിരുന്നപ്പോഴുള്ള ശ്രീലേഖയുടെ പെരുമാറ്റങ്ങൾ, പിന്നീട് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയപ്പോഴുള്ള ശ്രീലേഖയുടെ ഒരു പെരുമാറ്റം, അത് മാത്രവുമല്ല ഇവിടെ നിന്ന് ഈ പറയുന്ന കൗൺസിലർമാർ എല്ലാവരും കൂടെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച ഡൽഹിയിലേക്ക് പോയപ്പോൾ അവിടെ നിന്ന് മാറുന്ന ആ ഒരു യാത്രയിൽ നിന്ന് മാറുന്ന ശ്രീലേഖ, ഇതെല്ലാം തന്നെ ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥാനങ്ങളോടുള്ള ഒരു ആക്രാന്തമാണ് ശ്രീലേഖയ്ക്ക് ഉള്ളത് എന്നുള്ള ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ, അല്ലെങ്കിൽ ഒരു ചീത്തപ്പേര് ഇപ്പോൾ നിലവിൽ ശ്രീലേഖയ്ക്ക് ഉണ്ട്. എങ്കിൽ പോലും ശ്രീലേഖ തന്നെ വിജയിക്കുമെന്ന് 100% പറയുന്ന ചിലരുണ്ട്. അതിൽ എനിക്കൊരു കമന്റ് എടുത്ത് വായിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ പറയുന്ന അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ചില ചാണക്യന്മാർ അല്ലെങ്കിൽ ഇലക്ഷൻ ഗ്രാൻഡ് മാസ്റ്റർമാർ എന്ന് പറയുന്ന ചില നിരീക്ഷകന്മാർ പറയുന്നത് അവിടെ ഒരു ത്രികോണ മത്സരമല്ല നടക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു വ്യക്തി അദ്ദേഹം ഒരു കമന്റ് ഇട്ടിട്ടുണ്ട്. BJP വോട്ട് എങ്ങും പോകില്ല, ശ്രീലേഖ ഒരു ലോ പ്രൊഫൈൽ അല്ല, കൃത്യമായ പ്ലാൻ ആണ് BJP ശ്രീലേഖയിലൂടെ പ്ലാൻ ചെയ്തത്. ആദ്യം അവിടെ സ്ഥാനാർത്ഥിയാക്കി താഴെത്തട്ടിലേക്ക് ശ്രീലേഖ എന്ന പേര് എത്തിച്ചു, ജയിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ MLA-ക്ക് ചെക്ക് വെപ്പിച്ചു. ആദ്യ അഴിമതി കൊണ്ടുവന്നു. ഇപ്പോൾ MLA-യുടെ പേരിലെ മറ്റ് കേസുകൾ ഇനി വന്നതിനേക്കാൾ വലുത് ആവനാഴിൽ ഇരിക്കുന്നു. പിന്നെ മുരളി പണ്ട് ആന ആയതും അച്ഛന്റെ തഴമ്പ് കൊണ്ട് ഇപ്പോൾ അതല്ല. 2ാം സ്ഥാനത്ത് മുരളി, പക്ഷേ ശ്രീലേഖ അത് 1ാമത്
വരും. ശ്രീലേഖയ്ക്ക് പോലും അറിയാത്ത രാഷ്ട്രീയം അതാണ് BJP സംഘപരിവാർ നടത്തിയത്. എന്തായാലും തിരുവനന്തപുരം ഒരുപാട് കേന്ദ്രമന്ത്രിമാരെ പ്രചരണത്തിന് കാണാൻ കിട്ടുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. അതായത് BJP തീർച്ചയായും ജയിക്കുമെന്ന് പറയുന്നു. കാരണം മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മുരളീധരൻ തിരിച്ചു വരുമ്പോൾ മുരളീധരൻ തന്നെ വിജയിക്കുമെന്നൊരു സാധ്യത ഇവിടെ പറയുന്നുണ്ട്. കാരണം മുരളീധരന് ഈ പറയുന്ന പോലെ തന്നെ ഈ ഒരു വട്ടിയൂർക്കാവ് എന്ന മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ നായർ സമുദായത്തിൽപ്പെട്ട നായന്മാരുള്ള 50% നായർ വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ് വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. ഈ മണ്ഡലത്തിൽ NSS ഏറ്റവും കൂടുതലും ശക്തമായി പ്രവർത്തിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് ഈ വട്ടിയൂർക്കാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വോട്ടുകളെല്ലാം തന്നെ മുരളീധരനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടെന്ന് പറയുന്നു. മുരളീധരന് വലിയ ശക്തമായ ഒരു എന്താണ് രാഷ്ട്രീയ പ്രൊഫൈൽ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. മുരളീധരനെ ഒരു പൊളിറ്റീഷ്യൻ ആക്കി മാറ്റാൻ സാധിച്ചതും ഈ പറയുന്ന പോലെ തന്നെ ഉള്ള ഈ വട്ടിയൂർക്കാവ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ മുരളീധരനെ ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നു. ഇത് തൊട്ട് മുൻപ് 2016 നിന്നപ്പോൾ വീണ നായർക്ക് ലഭിക്കാതെ പോയി. 2019 വീണ നായർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു. അന്ന് VK പ്രശാന്ത് വലിയ ഭൂരിപക്ഷത്തോടു കൂടി വെണ്ണിക്കുറി പാറിപ്പിച്ച ഒരു ദിവസമായിരുന്നു അന്ന്. നമുക്കറിയാം അന്ന് VK പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം VK പ്രശാന്ത് അങ്ങനെ കത്തിക്കേറി നിൽക്കുന്ന സാഹചര്യമായിരുന്നു. അന്ന് CPM പോലും വിചാരിച്ചിരുന്നില്ല ഇത്രയും വലിയൊരു മൃഗീയമായ ഭൂരിപക്ഷത്തോടു കൂടി പ്രശാന്ത് വിജയിച്ചു വരുമെന്നുള്ളത്. നമുക്ക് 2019 ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ അന്നാണ് ശബരിമലയിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ ഉയർന്നു വന്നു നിന്നത്. അതുകൊണ്ട് തന്നെ LDF-ന് ഭൂരിപക്ഷം കുറയും, LDF 3ാം സ്ഥാനത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് 2016 1ാം സ്ഥാനത്ത് നിന്ന് UDF 3ാം സ്ഥാനത്ത് പോകുകയും 3ാം സ്ഥാനത്ത് ഉണ്ടായിരുന്ന CPM അല്ലെങ്കിൽ LDF 1ാം സ്ഥാനത്തേക്ക് വരുന്ന കാഴ്ചയും കണ്ടത്. കാരണം അന്ന് ഈ വ്യക്തിപ്രഭവം തന്നെയാണ്. കാരണം VK പ്രശാന്ത് എന്ന് പറയുന്ന മേയർ അല്ലെങ്കിൽ മേയർ എന്ന നിലയിൽ വളരെ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയും ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതനായിരുന്നു. ഈ പറയുന്ന താഴെത്തട്ടിൽ നിന്ന് വലിയ സ്വീകാര്യതയുള്ള ഒരു വ്യക്തിയായിരുന്നു മേയർ ബ്രോ എന്ന് പറയുന്നത്. ആ ഒരു വിശേഷണം ഉണ്ടായിരുന്നു. ഒരു യുവനിര വരുന്നു എന്നൊരു വിശേഷണം ഉണ്ടായിരുന്നു. അതേ ഈ ജാതിപരമായൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പുതിയൊരു പ്ലേ കളിക്കുകയായിരുന്നു CPM എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പരീക്ഷണം നടത്തുകയായിരുന്നു CPM. പക്ഷേ ആ പരീക്ഷണത്തിൽ പൂർണ്ണ വിജയമാണ് കണ്ടത്. ആ പൂർണ്ണ വിജയത്തിൽ സന്തോഷിച്ച് ഈ മേയർ ബ്രോയെ നേരിട്ട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാണുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്ന ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ ഒരു വിജയം ഇപ്പോൾ 2026 പ്രശാന്ത് ഇറങ്ങുമ്പോൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. കാരണം അന്നത്തെ മേയർ ബ്രോ അല്ല ഇപ്പോഴത്തെ പ്രശാന്ത്. അന്നത്തെ പുതുമയൊന്നും ഇപ്പോഴത്തെ പ്രശാന്തിന് ഇല്ല എന്നത് വ്യക്തമാണ്. കാരണം പ്രശാന്തിന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം അദ്ദേഹം നിന്നാൽ ജയിക്കുമെന്നൊക്കെ പലരും പറയുന്നുമുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി വന്ന ഈ പറയുന്ന ഈ വിവാദം, ശ്രീലേഖയും പ്രശാന്ത് തമ്മിൽ ഉണ്ടായ വിവാദം, പിന്നെ എന്താണ് പ്രശാന്ത് അവിടെ ചെയ്യുന്നത് എന്ന ചോദ്യമൊക്കെ തന്നെ പലരും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് UDF-ന് മുരളീധരൻ എന്ന UDF-ന് ഒരു വിജയ സാധ്യത കൂട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രീലേഖ തോൽക്കാനുള്ള കാരണം RSS പോലും പ്രവർത്തിക്കില്ല എന്നുള്ള ചില ധാരണകളാണ് ഇവിടെ വരുന്നത്. പക്ഷെ നമ്മൾ സാധാരണക്കാരിടയിലേക്ക് ചെന്നിറങ്ങി നോക്കുകയാണ് അല്ലെങ്കിൽ അവിടുത്തെ വോട്ടർമാരുമായി സംസാരിക്കുകയാണെങ്കിൽ ശ്രീലേഖ എന്ന വ്യക്തി നല്ലൊരു മത്സരം തന്നെയാണ് ഈ CPM-നും അതായത് ഈ LDF-നും UDF-നും നൽകുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എന്തായാലും ഒരു ത്രികോണ മത്സരം തന്നെയാണ്. പല സർവേകളും പറയുന്നത് അവിടെ നമ്മുടെ വട്ടിയൂർക്കാവിൽ തീർച്ചയായിട്ടും ഈ വർഷങ്ങൾക്ക് ശേഷം 7 വർഷത്തിന്റെ ഒരു തിരിച്ചുവരവ് മുരളീധരൻ നടത്തുമ്പോൾ തീർച്ചയായിട്ടും മുരളീധരൻ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഇതേ വട്ടിയൂർക്കാവിൽ തന്നെ LDF-വുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ അവിടേക്ക് നോക്കുമ്പോൾ ഈ പറയുന്ന പ്രശാന്തുമായി ബന്ധപ്പെട്ട പാർട്ടി പ്രവർത്തനങ്ങളൊന്നും വലിയ രീതിയിൽ നടക്കുന്നില്ല. പകരം പ്രശാന്തിനൊരു ഫാൻ ബേസ് ഉണ്ട്. ആ ഫാൻ ബേസ് മാത്രമേ ഫാൻസ് അസോസിയേഷൻ ഉണ്ട്. ആ ഫാൻസ് അസോസിയേഷനുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ തൽക്കാലം അവിടെ നടക്കുന്നുള്ളൂ എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ മലയാളി വാർത്ത തന്നെ ജനങ്ങളോട് ചോദിക്കുമ്പോൾ അവിടുത്തെ ഈ ശാസ്തമംഗലവുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വട്ടിയൂർക്കാവിലെ മറ്റ് മണ്ഡലവുമായി സംസാരിക്കുമ്പോഴൊക്കെ തന്നെ അവർ പറയുന്നത് ശ്രീലേഖയ്ക്ക് വോട്ട് കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ശ്രീലേഖ അങ്ങനെ ഒരു MLA ആയി വരാൻ കാത്തിരിക്കുന്ന ഒരുപാട് പേര് നമുക്ക് അവിടെ കണ്ടിരുന്നു. എന്തായാലും ഇതിനു മുൻപ് നടന്ന അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയിൽ നിന്ന് വീണ നായർ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ഏതായാലും മുരളീധരനെ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ഈ പൊളിറ്റീഷ്യന്മാരാണ് ഇവിടേക്ക് ഇറങ്ങുന്നത് എന്നുള്ളൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും ഈ പ്രശാന്തനേക്കാൾ കൂടുതൽ സാധ്യത ഇപ്പോൾ മുരളീധരൻ ഉണ്ട് എന്നത് ഒരു വാസ്തവമാണ്. ഏതായാലും ഇപ്പോൾ ശ്രീലേഖ അവരുടെ പല പ്രചാരണ പരിപാടികളൊക്കെ തന്നെ കാണുമ്പോൾ വളരെ ഒരു സന്തോഷമുണ്ട്. അന്ന് കുറച്ചു കാലമായിട്ട് അന്ന് കൗൺസിലർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം കോർപ്പറേഷനിലൊക്കെ കഴിഞ്ഞതിന് ശേഷം പല വേദികളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ പറഞ്ഞതുപോലെ അത്ര ഒരു പൂർണ്ണമായിട്ടൊരു സന്തോഷം കാണാനുണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോഴൊക്കെ തെരഞ്ഞെടുപ്പിലൊക്കെ വരുമ്പോൾ
പറയുമ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ മേയറായിട്ടുള്ള വി രാജേഷാണ് അവരുടെ പ്രചാരണ പരിപാടികൾക്കൊക്കെ തന്നെ തുടക്കം കുറിച്ചത്. ഏതായാലും എനിക്ക് തോന്നുന്നു എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇത്തവണ ഈ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ എല്ലാവരും കേരളം ഒന്നടങ്കം നോക്കുന്ന ആരായിരിക്കും ജയിക്കുക എന്നുള്ളൊരു പ്രതീക്ഷ വയ്ക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് ഇത്. തീർച്ചയായിട്ടും നമുക്ക് നോക്കാം ആരായിരിക്കും. ഇനിയിപ്പോൾ ദിവസങ്ങളുണ്ടല്ലോ, കുറച്ച് ദിവസങ്ങൾ കൂടിയുണ്ട്. ഏപ്രിൽ 9 വരെ സമയമുണ്ട്. ആ ദിവസങ്ങളിലുള്ള ഒരു പ്രകടനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ജനം തീർച്ചയായിട്ടും വിലയിരുത്തുന്നുണ്ട്. അതിനുശേഷം ആർക്ക് വോട്ടിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ജനം ആർക്ക് വോട്ട് കുത്തും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അതുവരെ നമുക്ക് നന്ദി, നമസ്കാരം.